അപ്പോഴാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റിയത് കാര്യങ്ങളും വ്യൂസൊക്കെ. കാരണം മഴയായിരുന്നപ്പോൾ ഫുൾ കോട ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോടയൊക്കെ അത്യാവശ്യം മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കടയിൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ കയറി. അങ്ങനെ നമ്മൾ കാന്തല്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ കാന്തല്ലൂരാണ് ഗൈസ് പോയത്. മൂന്നാറിൽ നിന്ന് കുറച്ച് 60 കിലോമീറ്റേഴ്സ് അപ്പുറമാണ് കാന്തല്ലൂർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് കാന്തല്ലൂർ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആനക്കോട്ടപ്പാറ, അവിടെയാണ് നമ്മൾ പോയത്. അവിടെ അത്യാവശ്യം നല്ല കാറ്റുള്ള സ്ഥലമായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് കാണാൻ സംഭവങ്ങളൊന്നുമില്ല. നമ്മളൊരു പാറയുടെ മുകളിലാണ് ഗൈസ് പോയത്. അപ്പോൾ അവിടെ നല്ല കാറ്റുള്ള സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ മഴയൊന്നും ആ സമയത്ത്, നമ്മൾ പോയ സമയത്ത് മഴയില്ല. നമ്മളൊരു തിരിച്ച് വരാറായപ്പോഴാണ് ഗൈസ് മഴ തുടങ്ങിയത്. ഈ വീഡിയോ കണ്ടറിയാൻ ഭയങ്കര കാറ്റാണ്. നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റാത്ത, പറന്നു പോകുന്ന വിധത്തിലുള്ള കാറ്റുണ്ടായിരുന്നു. പ്രദക്ഷിണ വീഥികൾ, ഇടറിവിണ്ട പാതകൾ, എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. അങ്ങനെ നമ്മൾ കാന്തല്ലൂർ നമ്മളുടെ ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഓമോഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഗൈസ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടാണ് കോൺടാക്റ്റ് ചെയ്തത്. ഭയങ്കര നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു ഹോം സ്റ്റേ പോലെയാണ്, പക്ഷേ എന്നാലും കുറേ വ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. വാട്ടർഫോൾസിൻ്റെ നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ സൈഡിൽ ചെറിയ പൂക്കളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ജിപ്സം ഫ്ലവറാണ് ഗൈസ്. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല ജിപ്സം, അതാണ് ഇവിടെ കണ്ടത്. നമ്മൾ ബൊക്കയിലൊക്കെ ആഡ് ചെയ്യുന്ന സംഭവമാണ് ജിപ്സം. അങ്ങനെ നമ്മൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഗൈസ്. വണ്ടി നമുക്ക് അവിടെ വരെ പോയില്ല. അപ്പോൾ നമ്മൾ നടന്ന് നമ്മളുടെ ലൊക്കേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഹോം സ്റ്റേ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടുത്തെ വ്യൂവും ഒരു പ്രത്യേക ഭംഗിയുള്ള വ്യൂ ആയിരുന്നു ഗൈസ്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു വ്യൂ ഒക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ കാണാം. നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്റ്റേ, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ ചെറിയൊരു ഗ്രിൽ സെറ്റപ്പൊക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നല്ല കാറ്റായിരുന്നു പുറത്ത്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് നിങ്ങൾ വീടിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഗൈസ് കാണാൻ പോകുന്നത്. അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണെന്ന് പറയില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ ചപ്പാത്തിയും ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരു ചെറിയ ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗേസ്. പക്ഷേ നമുക്ക് കൂടുതൽ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, കാരണം മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളുടെ നെക്സ്റ്റ് ഡേത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ എണീറ്റപ്പോൾ തന്നെ ചെറിയൊരു മഴയും നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു പുറത്ത്. നമുക്ക് AC ഇട്ട ആ ഒരു ഫീലായിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഇന്നലെ നമുക്ക് ഫുള്ളായിട്ട് വ്യൂ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, രാത്രി ആയത് കാരണം. പിന്നെ നമ്മൾ ഇന്ന് രാവിലെയാണ് അവിടുത്തെ ആ ഒരു ചെറിയ വാട്ടർഫോൾസും ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടത്. നല്ല ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു ഗൈസ് അവിടെ. അമ്മാനമാടി വരൂ പൂങ്കാറ്റേ, നിന്നോ മലൂയലിൽ ഞാനാടിടാം. മാനേ പൂന്തേനേ, നിന്നെ കളിയാക്കാൻ പൊന്നാതിര പോറ്റും ചെറുകാണാക്കുയിൽ പാടി. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ, ഇല്ല കഥ ചൊല്ലാതെടിയോലവാലി. വേണ്ടാത്തത് മിണ്ടാതെടി കൂട്ടുകാരി. ആട്ടുകുന്നിലെ തെങ്ങിലെ തേൻ കരിക്കിലെ തുള്ളി പോ, തുള്ളാതെടി തുള്ളുവാതെടി തമ്പുരാട്ടി. കൊഞ്ചാതെടി കുണുങ്ങാതെടി കുറുമ്പുകാരി. നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു, ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു. ഏതേതോ ഗന്ധർവന്റെ ഓടപ്പുൽത്തണ്ടിൽ പാടാം പതിയേ. നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്യക്കാറ്റിൽ പാടാം നിനക്കായി. ഒരു കാതിൽ കാറ്റായി മെല്ലെ കാതിൽ ചൊല്ലാമോ, ഒരു കണ്ണീർ മുത്തായി എന്നെ താരാട്ടാമോ. ഒരു കിന്നരഗാനം മൂളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാം. അമ്പിളിമാനത്തന്തി നിലാവേ പോലെ ഒരു കൊമ്പിൽ നിറയെ കൂവളമുട്ടുകൾ കോർത്തുമെടഞ്ഞതു നീട്ടാം. കൈതവരമ്പത്തിത്തിരി നേരം നിൽക്കാം. പറയാനോരോ കഥയുണ്ടേ, അറിയാൻ കൂടെ പോരാമോ. ഇനിയുണ്ട് തങ്കത്തത്തമ്മേ. തനനം തം നം തനനം തം നം തനനം തം താന. അമ്പിളിമാനത്തന്തി നിലാവേ പോലെ.
കണ്ണിൽ കുഞ്ഞു കേട്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവക്കാഡോ. നമ്മളുടെ നാട്ടിലൊന്നും അവക്കാഡോ മരം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അവക്കാഡോ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മരമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഒത്തിരി അവക്കാഡോ ഉണ്ടായിരുന്നു. പിന്നെ മാവ്, ഒരുപാട് മാങ്ങയൊക്കെ ഉള്ളൊരു ചെറിയ മാവുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മാവിന് ഒരുപാട് ഹൈറ്റൊന്നുമില്ല. എൻ്റെ ഹൈറ്റിൻ്റെ പകുതി ഹൈറ്റേ ഉള്ളൂ, പക്ഷെ അതിൽ ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു. അമ്മാനമാടി വരൂ പൂങ്കാറ്റേ, നിന്നോമലുയലിൽ ഞാനാടിടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീടിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ നോക്കാമല്ലോ, അതിനുവേണ്ടി എടുത്തു വെച്ചതാണ് ഗൈസ്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. കുയിൽ പാടി ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ, ഇല്ല കഥ ചൊല്ലാതെടിയോലവാലി, വേണ്ടാത്തത് മിണ്ടാതെടി കൂട്ടുകാരി, ആട്ടുകൊന്നിലെ പെങ്ങിലെ അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസത്തെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ജീപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളൊരു ഏർലി മോർണിംഗ് ആണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ചെറിയ മഴയും കാര്യങ്ങളായിട്ട് നമുക്ക് ഏർലി മോർണിംഗ് പോകാൻ പറ്റില്ല. നമ്മളൊരു 7:30 ഒക്കെ ആയി നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. നെഞ്ചിലൊരു കുഞ്ഞിനം തുമ്പി പെണ്ണോ തുള്ളുന്നു, ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജീപ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏതേതോ ഗന്ധർവന്റെ ഓട പുൽത്തണ്ടിൽ പാടാം പതിയേ, നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്യക്കാറ്റിൽ പാടാം നിനക്കായി. ഒരു കാതിൽ കാറ്റായി മെല്ലെ കാതിൽ ചൊല്ലാമോ, ഒരു കണ്ണീർ മുത്തായി എന്നെ താരാട്ടാമോ, ഒരു കിന്നരഗാനം മൂളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാം, അമ്പിളിമാനത്തന്തി നിലാവേ പോലെ, ഒരു കൊമ്പിൽ നിറയെ കൂവളമുട്ടുകൾ കോർത്തുമെടഞ്ഞതു നീട്ടാം, കൈതവരമ്പത്തിത്തിരി നേരം നിൽക്കാം, പറയാനോരോ കഥയുണ്ടേ അറിയാൻ കൂടെ പോരാമോ, ഇനിയുണ്ട് തങ്കത്തത്തമ്മേ. തനനം തം നം തനനം തം നം തനനം തം താന, അമ്പിളിമാനത്തന്തി നിലാവേ പോലെ. ഒരു തൂമഞ്ഞിൻ വൈഡൂര്യം നൽകിയപ്പോൾ താരാകാശം പകരം നൽകി നീ, ഒരു മൂവന്തിപ്പൊൻകിണ്ണം ഞാൻ തന്നപ്പോൾ പൊന്നിൻ പുലർക്കാലം പകരം തന്നു നീ, അഴകേ നീ
കണ്ടോ, ഇതാണ് അപ്പോൾ നമ്മളുടെ വാട്ടർഫോൾസിൻ്റെ വ്യൂ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. മഴ ടൈമിലാണ് നമ്മൾ പോയത്. Ready, 1, 2, 3, start. തിരിച്ച് വീണ്ടും യാത്രയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോയത് സാൻഡൽവുഡ് ഫോറസ്റ്റിലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പെർമിഷൻ കിട്ടി. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തു. അതുകൊണ്ട് നമ്മളിവിടെ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെ കുറേ മാനുകൾ ഓടിക്കളിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ പോയത് മുരുകൻ മലയിലാണ്. അപ്പോൾ അത് കുറച്ച് ഓഫ് റോഡ് ട്രെക്കിംഗ് ആയിരുന്നു. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടറിയാം, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നമ്മളതിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാറ്റും കുറച്ച് ഡേഞ്ചറായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കവിടെ ഒരുപാട് നേരം നിൽക്കാനുള്ള പെർമിഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു തികച്ചും ഒരു ഓഫ് റോഡ് ട്രിപ്പിംഗ് തന്നെയായിരുന്നു. നമുക്കവിടെ വഴിയൊന്നുമില്ല. അപ്പോൾ പാറയുടെ മുകളിൽ കൂടെയാണ് ജസ്റ്റ് ജീപ്പൊക്കെ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല. നടന്നു വരാണ്ട അങ്ങനെ നമ്മൾ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയത് എവിടെയാണെന്ന് നമുക്കിതിലൂടെ കാണാം.
നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു ഗൈസ്. പിന്നെ അവിടെ ചെറിയ മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഗൈസ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചൊരു ഉച്ച ടൈം ആവാറായിട്ട് നമ്മൾ അവിടെ നിന്ന് ഫ്രഷായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിനോട് വൈകി പറയാനുള്ള സമയമായിട്ടുണ്ട്. നല്ലൊരു മെമ്മറീസ് ആയിരുന്നു ഇവിടെ. ഭയങ്കര കുറേ കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും വിശേഷങ്ങളൊക്കെ വീഡിയോ കാണാം. രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതു. അടുത്തത് നമ്മൾ ടൗണിലാണ് ഗൈസ് നിർത്തിയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ നമ്മളിവിടെ കാന്തല്ലൂർ തന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്താൻ വേണ്ടിയാണ് ഗൈസ് ഇവിടെ ഇറങ്ങിയത്. നമുക്ക് ചോക്ലേറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടീ പ്ലാന്റേഷൻ്റെ അവിടെയാണ് ഗൈസ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് അവിടെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ട്രാവൽ വ്ളോഗായിട്ട് കാണാം. അപ്പോഴത്തേക്കും ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.